ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൊണ്ട് നമുക്ക് അടിപൊളി ഒരു ഡിഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും. ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും. പ്രത്യേകിച്ച് ഇതിന് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. ആ വെണ്ടയ്ക്ക കൂടി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഈ സമയത്ത് ചേർക്കുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പൊന്നും അതുകൊണ്ട് ഉണ്ടാകത്തില്ല. ഇത് രണ്ടും കൂടി ഒന്നുകൂടി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ആ സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല രുചികരമായ ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കേൾക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. പുതിയൊരു വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.